ബിഗ് ബോസ് മലയാളം സീസൺ 7 അനുമോളുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യം പറയാനാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. വേറൊന്നുമല്ല, ഇന്നലത്തെ എപ്പിസോഡിനകത്ത് അനുമോളും അക്ബറും തമ്മിലൊരു ഫൈറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെ പറ്റിയിട്ട് ഞാൻ ഓൾറെഡി മുമ്പേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ആ ഫൈറ്റിൽ സ്കോർ ചെയ്ത് നിന്നിട്ടുള്ളതും അക്ബറിൻ്റെ ഡബിൾ ഫേസ് പൊളിച്ച് കാണിച്ചു തന്നതും അനുമോളാന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് എപ്പിസോഡിൽ കാണിച്ചിട്ടില്ല, ലൈവിൽ ഇതെല്ലാം കാണിച്ചിട്ടുണ്ട്. അതുമാത്രമല്ല, പിന്നെ നെവിൻ റെന ഫാത്തിമയെ ചീത്ത വിളിക്കുന്നതും വഴക്ക് പറയുന്നതുമായിട്ടുള്ള ഒരു കാര്യമുണ്ട്. അപ്പോൾ അത് എഡിറ്റ് ചെയ്തിട്ടാണ് എപ്പിസോഡിനകത്ത് കാണിച്ചിട്ടുള്ളത്. പക്ഷെ ലൈവിനകത്ത് ഇതെല്ലാം കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ലൈവ് കണ്ടിട്ടുള്ള ആൾക്കാർക്ക് എപ്പിസോഡ് കണ്ട് ഈ ഒരു സംഗതി പൊക്കിയിട്ടുണ്ട്. ലൈവ് കണ്ടിട്ട് എപ്പിസോഡ് കണ്ട ആൾക്കാർക്ക് ഇത് എന്താണെന്ന് മനസ്സിലായിട്ടുണ്ട്, എഡിറ്റഡാണെന്ന് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ റെന ഫാത്തിമയെ ചീത്ത വിളിക്കുന്ന ആ ഒരു പോർഷൻ ഉണ്ടല്ലോ, അപ്പോൾ അത് നെവിൻ പറയുന്നത് കാണിച്ചിട്ട് തൊട്ടടുത്തത് കാണിക്കുന്നത് അനുമോളയാണ്. അപ്പോൾ അത് സ്വാഭാവികമായിട്ട് അത് എപ്പിസോഡ് കാണുന്ന ആൾക്കാർ അത് തെറ്റിദ്ധരിക്കും. എല്ലാവരും ലൈവ് കാണണമെന്നില്ല, പക്ഷേ അത് എപ്പിസോഡ് കാണുന്ന ആൾക്കാരാണെങ്കിൽ സ്വാഭാവികമായിട്ട് അത് തെറ്റിദ്ധരിക്കും. ഇപ്പം ഈ നിവിൻ ഉണ്ടല്ലോ, നിവിൻ പറയുന്ന ചീത്ത വിളിയും അതുപോലെ വഴക്കും പറയുന്നത് നമ്മൾ എപ്പിസോഡ് കാണുന്ന ആൾക്കാർ അനുമോളയാണെന്ന് വിചാരിക്കും. ഇപ്പം സാധാരണ അങ്ങനെയാണ്, എന്തെങ്കിലും പ്രശ്നം നടക്കുമ്പോഴത്തേക്ക് എന്തെങ്കിലും ആൾക്കാർ അവിടെ ഇവിടെ കൂടിയിരുന്ന് സംസാരിക്കുന്ന സമയത്ത്, ഒരു വ്യക്തിയെ പറ്റി സംസാരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ കുറ്റം പറയുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് ക്യാമറ ഫോക്കസ് ചെയ്യുന്ന ആ ഒരു വ്യക്തിയിലേക്കായിരിക്കും. ഇപ്പോൾ ഇവിടെ നെവിൻ റെന ഫാത്തിമയെ വഴക്ക് പറയുന്നതും എടുക്കുന്നതൊക്കെ ഉണ്ട്. പക്ഷെ ലൈവിൽ ഇത് ഫുള്ളുണ്ട്. റെന ഫാത്തിമ തിരിച്ച് സംസാരിക്കുന്നതെല്ലാം ഉണ്ട്. പക്ഷെ ഇവിടെ റെന ഫാത്തിമയെ കാണിക്കുന്നതില്ല. അതിന് പകരം അനുമോള് ഈ നെവിൻ വായി വരുന്നതും അതൊക്കെ പറയുന്ന സമയത്ത് അനുമോളെയാണ് ക്യാമറ ഫോക്കസ് ചെയ്ത് അനുമോൾ അവിടെ നിന്ന് പാത്രം കഴിക്കൊണ്ടിരിക്കുന്നതാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം സ്വാഭാവികമായിട്ട് ഇത് ആൾക്കാർ തെറ്റിദ്ധരിക്കും. അതെന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ബിഗ് ബോസ് ടീമിന് മാത്രമേ അതിൻ്റെ ഉത്തരം പറയാൻ പറ്റൂ. എഡിറ്റർക്ക് മാത്രമേ ഉത്തരം പറയും. ഇനി എഡിറ്റർ ഉറങ്ങിപ്പോയതാണോ ഉറങ്ങിയാണോ എഡിറ്റ് ചെയ്തതെന്നൊന്നും എനിക്കറിയത്തില്ല. അങ്ങനെയാണെങ്കിലും ഈ ഒരു എഡിറ്റിംഗ് ചെയ്യുന്ന സമയത്ത് ഇത്രയും വലിയൊരു ഷോ എഡിറ്റിംഗ് ചെയ്യുന്ന സമയത്ത്, എപ്പിസോഡും കാര്യങ്ങളൊക്കെ എഡിറ്റിംഗ് ചെയ്യുന്ന സമയത്ത് എന്തായാലും ഷോ ഡയറക്ടർ കൂടെ ഇരുന്നിട്ടായിരിക്കും ഇത് എഡിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒന്നുകിൽ ഇവർ രണ്ടും ഉറങ്ങിപ്പോയി, അല്ലെങ്കിൽ ഇവർ രണ്ടും എനിക്ക് തോന്നുന്നു വല്ല കിളിയെങ്ങാണ്ട് പാറി ചെയ്തിട്ടായിരിക്കും ഇത് എഡിറ്റ് ചെയ്ത് വിട്ടിട്ടുള്ളത്. അല്ലെ എന്താ സംഭവം എന്ന് അറിയത്തില്ല. കാരണം ഇതിനകത്ത് ഇപ്പം എനിക്ക് തോന്നുന്നു ഇപ്പം ഒരുപാട് ആൾക്കാരെ കമൻറ്റ് കണ്ടു ഇത് ഫേവറിസം ചെയ്യുന്നുണ്ട്, അക്ബറിനെ ഫേവർ ചെയ്തിട്ടാണ്, അതുകൊണ്ടാണ് ഇതിങ്ങനെയൊക്കെ വിട്ടതെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ആവാൻ എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ആണെന്ന് കേട്ടോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് ലൈവിൽ കാണിച്ച സാധനം ഇവർക്ക് എപ്പിസോഡിൽ മുക്കാലോ, കട്ട് ചെയ്ത് ലൈവിൽ ഇവർക്ക് അത് ഏറിയേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ഇവിടെ എന്തോ സംഭവിച്ചിട്ടുണ്ട്, അതാണ്. അതുമാത്രമല്ല, അനുമോള് ഇപ്പം ലാലേട്ടൻ്റെ എപ്പിസോഡ് കഴിഞ്ഞത് പിന്നെ അനുമോൾക്ക് സ്ക്രീൻ സ്പേസും ഒന്നും അനുമോളുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം ഇപ്പോൾ ലൈവിലൊന്നും കാണുന്നില്ല. അപ്പം അതിനെ പറ്റിയിട്ടൊക്കെ ഒരുപാട് ആൾക്കാർ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും അനുമോളെ ഒഫീഷ്യൽ അക്കൗണ്ടിൽ കുറച്ച് സ്റ്റോറീസൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട്, കുറച്ച് സ്റ്റാറ്റസ് ഒക്കെ ഇട്ടിട്ടുണ്ട് അനുമോളെ അക്കൗണ്ട് ഹാൻഡിൽ ചെയ്യുന്ന പുള്ളിക്കാരൻ. അപ്പോൾ അത് ഞാനിവിടെ വായിക്കാം. ഷെയർ ചെയ്തിട്ടുള്ള കമൻറ്റും അതുപോലെ ഷെയർ ചെയ്തിട്ടുള്ള പോസ്റ്റുകളൊക്കെ വായിക്കും, ഇതുമായിട്ട് ബന്ധപ്പെട്ട്, അനുമോളുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പം അതിനകത്ത് ഇറ്റ്സ് മീ അമൃത എന്ന് പറഞ്ഞൊരു പുള്ളിക്കാരി ഇട്ടേക്കുന്നൊരു കമൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആഡിയൻസിനെ പറ്റിക്കുന്നതിലും ഒരു പരിധിയുണ്ട്. കാരണം ഇതൊക്കെ ഓഡിയൻസാണ് ഇതൊക്കെ ഇത് പറയുന്നത്. ഓഡിയൻസ് ഇത് കാണുന്നില്ല. ലൈവ് കാണുന്ന ആൾക്കാരുണ്ട്, എപ്പിസോഡ് കാണുന്ന ആൾക്കാരുണ്ട്. അപ്പം ഇപ്പം ലൈവിനകത്ത് എന്തെങ്കിലും ലൈവിനകത്ത് കാണിക്കുന്ന കാര്യങ്ങൾ എന്തെങ്കിലും എപ്പിസോഡിനകത്ത് മിസ്സായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് എങ്ങനെ പോയാലും അറിയാം. കാരണം ഒരുപാട് ആൾക്കാർ ബിഗ് ബോസ് റിലേറ്റഡ് ആയിട്ട് വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പം ചെറിയ എന്തെങ്കിലും മിസ്സായി കഴിഞ്ഞാൽ പോലും അത് ജനങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരു കാര്യമുണ്ട്. അപ്പം അമൃത എന്ന് പറഞ്ഞ പുള്ളിക്കാരി ഇട്ടേക്കുന്ന ആഡിയൻസിനെ പറ്റിക്കുന്നതിൽ ഒരു പരിധിയുണ്ട്. ഏഷ്യനെറ്റും പുള്ളിക്കാരൻ മെൻഷൻ ചെയ്തേക്കുന്ന, ഏഷ്യനെറ്റിനും ജിയോ ഹോട്ട്സ്റ്റാർ മലയാളത്തിന് അവരൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ട്, ബിഗ് ബോസ് മലയാളം ഷോ ലൈവ് കാണുന്ന ഞങ്ങളെ എന്തിനാ ഇങ്ങനെ പറ്റിക്കുന്നത്? സത്യമായി തന്നെ കാണിക്കൂ. ലൈവിൽ നെവിൻ റെനയെ ചീത്ത പറഞ്ഞത് നിങ്ങൾ എന്തിന് എഡിറ്റ് ചെയ്തു അനുവിനെ ആക്കി മാറ്റി? ഇറ്റ് ഈസ് നോട്ട് ഫെയർ. പ്ലീസ് പ്ലേ ഫെയർ ഗെയിം ബിഗ് ബോസ്. എൻ്റെ വീട്ടിലുള്ളവർ ഫുൾ ബിഗ് ബോസ് സ്ക്രിപ്റ്റ് ആണെന്ന് പറഞ്ഞപ്പോഴും ഇറ്റ് ഈസ് നോട്ട് എന്ന് പറഞ്ഞ ഒരു പ്രേക്ഷക ആണേ. പുള്ളിക്കാരി ഒരു പ്രേക്ഷക ആണെന്നാണ് പറയുന്നത്.
എന്നത് ആടിനെ പട്ടിയാക്കുക എന്ന് കേട്ടിട്ടേ ഉള്ളൂ. ഇപ്പോൾ കണ്ടു. ജെന്യുനായി എപ്പിസോഡ് ടെലികാസ്റ്റ് ചെയ്ത് ബിഗ് ബോസ് ടീം. ഒരുപാട് എഡിറ്റ് ചെയ്ത് വെളുപ്പിക്കാൻ നോക്കരുത്. ലൈക്ക് നെവിൻ പറയുന്ന പോലെ കാണുന്ന പ്രേക്ഷകന്റെ കണ്ണിൽ കുരു ഇല്ല. ബിഗ് ബോസ് പ്ലീസ് പ്ലേ ഫെയർ ഗെയിം. ഇനി അടുത്തൊരു കമന്റ്. അത് ശരി, നെവിൻ ചീത്ത പറഞ്ഞ റെനെ ആയിരുന്നോ ബെസ്റ്റ്? ഞാൻ വിചാരിച്ചു അനു എപ്പോഴാണ് നെവിനെ കൂടെ കട്ട് തിന്നാൻ പോയതെന്ന്. ആകെ ഞാൻ ഓർക്കുന്നത് സ്വച്ഛാധിപതിയായ ടാസ്ക് വന്നപ്പോൾ നെവിൻ ഫുഡ് കൊടുത്തതാണ്. അത് പക്ഷേ മോഷണമല്ലല്ലോ. അപ്പം ഇത് രണ്ടാമത്തെ കമന്റ്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഇത് കാണുമ്പോൾ എപ്പിസോഡ് മാത്രം കാണുന്ന ആൾക്കാർ തെറ്റിദ്ധരിക്കും. ഇവിടെ ഇത് ഈ നെവിൻ വഴക്ക് പറഞ്ഞിട്ട് നേരെ ക്യാമറ ഫോക്കസ് ചെയ്യുന്ന അനുവിലേക്കാണ്. അപ്പം സ്വാഭാവികമായിട്ട് അനുവിന് എപ്പിസോഡ് മാത്രം കാണുന്ന ആൾക്കാരുണ്ട്. ലൈവ് ഇപ്പൊ എല്ലാ ആൾക്കാർക്കും കാണാൻ പറ്റത്തില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ജോലിയും കൂലിയൊക്കെ ഉള്ള ആൾക്കാർ ഈ ലൈവ് കുത്തിപ്പിടിച്ചിരുന്ന് കാണാൻ പറ്റുമോ? പിന്നെ അതല്ല ഹോട്ട്സ്റ്റാർ ഇത് സബ്സ്ക്രൈബ് ചെയ്തിട്ടിട്ട് ഇല്ലാത്ത ആൾക്കാരും അത് കാണത്തില്ല. അപ്പം എല്ലാവരും ലൈവിന് വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പം ടി വിയിൽ ഏഷ്യനെറ്റ് ഇത് പ്ലസിനകത്തൊക്കെ കാണുന്ന ആൾക്കാരുണ്ട്. അപ്പം അത് കണ്ടിട്ട് വിശ്വസിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അങ്ങനെ മാനിപ്പുലേഷൻ ചെയ്യുന്ന അങ്ങനെയും ചെയ്യും അത് കണ്ടിട്ട്. അപ്പം ആ ഒരു തെറ്റിദ്ധാരണ എന്തായാലും ഏഷ്യനെറ്റ് ബിഗ് ബോസ് ടീമിൻ്റെ ചെയ്യുന്ന അങ്ങനെ ഒരു പറ്റിയൊരു മിസ്റ്റേക്ക് പറ്റിയെന്ന എല്ലാവരും പറയുന്നത്, പ്രേക്ഷകരെല്ലാവരും. അത് ഇനിയിപ്പം അത് ഷോ ഡയറക്ടർ അതിനെ പറ്റിയിട്ട് എന്തെങ്കിലും പറയണം, എന്നാലും നമുക്കത് എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചെന്ന്. ഓക്കെ, ഇനി അടുത്ത ഇട്ടേക്കുന്ന നോക്കാം. ഈ ഒരു ആഴ്ച അനുമോളുടെ കോണ്ടന്റുകളൊന്നും ഷോയിൽ ഉൾപ്പെടുത്തില്ല എന്ന് മനസ്സിലായിരുന്നു. ഏത് കോണ്ടന്റ് വേണം വേണ്ട എന്ന് നിങ്ങളുടെ ഇഷ്ടം. പക്ഷെ തെറ്റായ എഡിറ്റിങ്ങിലൂടെ തെറ്റായ കോണ്ടന്റ് നൽകി പ്രേക്ഷകരെ കബളിപ്പിക്കുന്നത് എന്തിനാണ്? നിവിൻ റെനയെ പറയുന്നത് പോലും അനുമോളെ പറയുന്നത് പോലെ എഡിറ്റ് ചെയ്ത് ബ്രില്യൻസ് ആയി കരുതുന്നുണ്ടെങ്കിൽ ഒന്ന് മാത്രം കരുതിക്കോളൂ, എല്ലാവരും ലൈവ് കാണുന്നവരാണ്. ഓക്കെ, ഇനി അടുത്തത്. നെവിൻ വിഷം എന്ന് വിളിച്ചത് റെനയുടെ നെയിം എടുത്തു പറഞ്ഞാണ്. അത് കട്ട് ചെയ്ത് അനുമോളെയാണ് നെവിൻ വിളിച്ചത് എന്ന രീതിയിലാക്കി. പിന്നെ അനുമോൾ കരയുന്ന ഭാഗം മാത്രം എപ്പിസോഡിൽ കാണിച്ചു. ഫാമിലി ഓഡിയൻസിന്റെ മനസ്സിൽ അനുമോൾ എപ്പോഴും കരയുന്നവളാണെന്ന് മാത്രം തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ ഹേറ്റ് സ്പ്രെഡ് ആക്കാൻ നോക്കുന്നത് വെറും ചീപ്പ് പരിപാടിയാണ്. ബിഗ് ബോസ് അക്ബറിന് ആ കപ്പ് എടുത്തങ്ങ് കൊടുക്കുക. അതിനുവേണ്ടി അല്ലേ നിങ്ങൾ ഇമാതിരി വൃത്തികെട്ട പരിപാടി കാണിക്കുന്നത്? അതിനുവേണ്ടി എന്തിനാ വെറുതെ ഒരു പാവത്തിന്റെ ലൈഫ് കളയുന്നത്? ഈ വഴക്ക് ലൈവിൽ നെവിൻ റെനയെ വിളിക്കുന്ന ചീത്തകളെല്ലാം അനുമോളെ വിളിക്കുന്നതായി എഡിറ്റ് ചെയ്ത് ടെലികാസ്റ്റ് ചെയ്യുന്നു. ആടിനെ പട്ടിയാക്കുന്നു എന്ന് കേട്ടിട്ടേ ഉള്ളൂ. ഇപ്പോൾ കണ്ടു. ഇത് ചെയ്യുന്നതിന് പകരം അക്ബറിന് ആ കപ്പ് ഇപ്പോൾ എടുത്തു കൊടുത്തൂടെ ഏഷ്യനെറ്റെ? ഒരുപാട് പേര് ഇതിനെതിരെ കമന്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇത് കാരണം ഒന്നുകിൽ എഡിറ്റിങ് ചെയ്ത വ്യക്തി ഇത് എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തെന്ന് കാരണം ഇത് പറയേണ്ടിയിരിക്കുന്നു. കാരണം ഇത്രയും ആൾക്കാർ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം ഇത് ജനങ്ങളിലേക്കുള്ളൊരു വിശ്വാസമാണ് നഷ്ടപ്പെടുന്നത്. മാത്രവുമല്ല, ഈ പറയുന്ന ബിഗ് ബോസിലോട്ട് പോകാൻ ഒരുപാട് ആൾക്കാർ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പം അവരും കാണുമ്പം അവരൊരു വിശ്വാസമില്ലായ്മയാണ് നശിക്കുന്നത്. നാളെ ഞാനും പോയി കഴിഞ്ഞാൽ അവിടെ ഇതുപോലെ എന്തെങ്കിലും എനിക്ക് ഇതുപോലെ എന്തെങ്കിലും ഞാൻ പറയുന്ന കാര്യങ്ങളോ അല്ലെങ്കിൽ എനിക്കും ഇതുപോലെ എന്തെങ്കിലും ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. ഞാൻ പറയുന്ന കാര്യങ്ങൾ ചിലപ്പം പുറത്തോട്ട് വരാതിരുന്നാലോ ഇങ്ങനെയൊക്കെ സംഭവിച്ചാലിരുന്നാലോ എന്ന് ചിന്തിക്കുന്ന ആൾക്കാരും കാണും. അപ്പം എന്തുകൊണ്ട് ഇങ്ങനെ കാണിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല. അപ്പം ഒന്നുകിൽ എഡിറ്റർ വല്ല കഞ്ചാവോ വല്ല എന്തെങ്കിലും ഇരുന്ന് അടിച്ചിട്ട് പുള്ളി എഡിറ്റ് ചെയ്ത് വിട്ടേ എന്നാലും. പക്ഷേ അവിടെ റെനയുടെ പേരും പറയുന്നുണ്ടല്ലോ. റെന ഫാത്തിമയുടെ പേരും കട്ട് ചെയ്തിട്ടാണ് വിട്ട. ഇനി അടുത്തത്. നെവിൻ വഴക്കുണ്ടാക്കിയത് റെനയായിരുന്നു. നെവിനോട് വഴക്കുണ്ടാക്കിയത് റെന ഫാത്തിമയായിരുന്നു. ഫുഡ് മോഷ്ടിച്ചിട്ട് തിന്ന കാര്യം ഒക്കെ പറഞ്ഞത് റെനയാണ്. ഇന്നലെ എപ്പിസോഡ് വന്നപ്പോൾ ഇത് അനുമോളെ തെറി പറയുന്ന പോലെ എഡിറ്റ് ചെയ്ത് ടെലികാസ്റ്റ് ചെയ്തു. എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്? ഒരാളെ മനഃപൂർവ്വം മോശമാക്കി കാണിക്കേണ്ട ആവശ്യമുണ്ടോ? ഇനി ഇത് നമ്മൾ പറഞ്ഞാൽ പറയും അനുമോളെ വെളുപ്പിക്കുന്നുവെന്ന്. സത്യമായി തന്നെ പറയണം. ആരുടെയും സൈഡ് പിടിച്ചു പറയാൻ പാടില്ല. എല്ലാവർക്കും ഫേവറേറ്റ് എന്താവും. പക്ഷേ അതുകൊണ്ട് വേറെ ഒരാളെ മോശക്കാർ ആക്കാൻ പാടുണ്ടോ? ഒരുപാട് പേര് കമന്റ് ഇടുന്നുണ്ട്. എല്ലാവരും ചോദിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാവരും പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ആരും അവരുടെ ഫേവറേറ്റ് ഒന്നും അല്ല. പക്ഷേ ലൈവിൽ കണ്ട കാര്യം എപ്പിസോഡിൽ വന്നപ്പോഴത്തേക്ക് ആ സംഭവം ഇല്ല.
അതാണ് എല്ലാവരും ചോദിക്കുന്നത്. പിന്നെ ഇതിൽ ഫേവറിസം കാണിച്ചായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇപ്പൊ ലൈവിൽ വന്ന കാര്യം എപ്പിസോഡിൽ വന്നിട്ടില്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവർക്ക് ലൈവിൽ നിന്ന് തന്നെ ആ സാധനം കട്ട് ചെയ്ത് മാറ്റാവുന്നതാണ്. കാരണം ഈ അക്ബറിന്റെ അനുമോളയും കാര്യം അതിൽ ഫേവറിസം ആണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ ഇവിടെ അക്ബറും ഈ പറഞ്ഞ അനുമോളുമായിട്ടുള്ളൊരു ആ ഒരു വഴക്കിൽ അനുമോൾ തന്നെയാണ് അതിൽ സ്കോർ ചെയ്തിട്ടുള്ളത്. അപ്പം എന്തായിരുന്നാലും ഈ വീക്ക് ലാലേട്ടൻ വരുന്ന സമയത്ത് ചോദിക്കേണ്ടതായിട്ടുള്ള മെയിനായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന്, ആര്യൻ അനീഷിന്റെ അച്ഛനെ വിളിച്ച കാര്യം ടാസ്കിന്റെ ഇടയ്ക്ക്. അല്ല, ബിഗ് ബോസ് ഒരു ടാസ്ക് കൊടുത്തല്ലോ, നായ ആന ആടെന്നൊക്കെ പറഞ്ഞ ടാസ്കിനകത്ത്. അപ്പൊ അനീഷ് നായ കയറി വരാൻ വേണ്ടി പറഞ്ഞ സമയത്ത് ആര്യൻ അച്ഛനെ വിളിക്കുന്നൊരു നായ നിന്റെ അച്ഛൻ എന്ന് പറഞ്ഞൊരു ഒരു വേർഡ്സ് അവിടെ പറയുന്നുണ്ട്, കാര്യം അവിടെ പറയുന്നുണ്ട്. അപ്പൊ അത് ചോദിക്കണം. അതുപോലെ ഈ ലക്ഷ്മിയുടെ കാര്യം, ആവശ്യമില്ലാത്ത പ്രശ്നത്തിൽ ഒനിയന്റെയും അതുപോലെ മസ്താനിയുടെയും കാര്യത്തിൽ കയറി ഇടപെടാൻ വന്ന ആ വിഷയം ചോദിക്കണം. അതൊക്കെ ചോദിക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ അതുപോലെ ലക്ഷ്മി ആദിലെയും നൂറയും അങ്ങനെ ആ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞത്, കമ്മ്യൂണിറ്റിയെ പറ്റിയിട്ട് അവരെ കാര്യങ്ങളെ, പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളെ പറ്റിയിട്ട് മോശമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് പറഞ്ഞത് ഉറപ്പായിട്ടും ചോദിക്കണം. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ മസ്താനിയുടെയും ഒനിയന്റെയും കാര്യം, ഓക്കെ, അത് ഓൾറെഡി പറഞ്ഞതാണ്. അത് പിടിച്ച് മസ്താനിയും ഈ പറഞ്ഞിട്ടുള്ള ആര്യനും ഈ അനുമോളെ ചെന്ന് ഇടിക്കുന്നൊരു സംഭവം ഉണ്ടായിട്ടുണ്ടല്ലോ, അതും ഉറപ്പായിട്ട് ചോദിക്കണം. കാരണം ഗ്ലാസ് കൊണ്ട് അനുമോളെ ചെന്ന് ഇടിക്കുന്നതും ഗ്ലാസ്സിൽ വെള്ളം പുറത്ത് വീഴുന്നതും അതൊക്കെ ഒരു സത്യം പറഞ്ഞാൽ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നൊരു ഫിസിക്കൽ അസാൾട്ട് തന്നെയാണ്. അതൊക്കെ ഉറപ്പായിട്ടും ചോദിക്കണം. പിന്നെ ജിസേലിൻ്റെയും ആര്യൻ്റെയും ഒളിച്ചുള്ള പരിപാടി ഉണ്ടല്ലോ. പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ പുതപ്പിനടിയിലുള്ള പരിപാടിയല്ല, കിച്ചണിൽ ചെന്നിട്ട് അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ വേണ്ടുന്ന രീതിയിൽ ഫുഡ് ഉണ്ടാക്കി കഴിക്കുക, കട്ടൻ ചായ ഇട്ട് കുടിക്കുക, ചപ്പാത്തി ഉണ്ടാക്കി കഴിക്കുക, ആ സംഭവങ്ങളും ചോദിക്കണം. അവർക്ക് മാത്രം അവിടെ കൊമ്പുണ്ടോ? ഇല്ലല്ലോ. അപ്പൊ ഇതൊക്കെ ലാലേട്ടൻ ഈ ഒരു വീക്കിൽ ചോദിക്കണം. ഈ വരുന്ന ശനിയാഴ്ചയോ അല്ലെങ്കിൽ ഞായറാഴ്ചയോ ഉറപ്പായിട്ട് ചോദിക്കുന്നതാണ്. ഇത്രയും കാര്യങ്ങൾ ചോദിക്കണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം ഇതൊക്കെയാണ് അവിടെ മെയിനായിട്ടുള്ള നടന്നിട്ടുള്ള സംഭവങ്ങൾ. അപ്പൊ എന്തായാലും നിങ്ങളെ അഭിപ്രായങ്ങൾ, ഇതിനെ പറ്റിയിട്ട് നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ എന്തായാലും കമന്റ് ചെയ്യുക.